ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഹിന്ദി എക്സാമിന് നമ്മൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട രണ്ട് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് മാതൃഭൂമിയാണ്, മറ്റൊന്ന് മേരെ ലാൽ എന്ന് പറയുന്ന പദമാണ്. ഈ രണ്ട് കവിത മാത്രം നന്നായി പഠിച്ചാൽ തന്നെ നമുക്ക് എന്തായാലും ഒരു 15-16 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 6 മാർക്കിന് നമുക്ക് ഈ കവിതയുടെ ആശയം ചോദിക്കും. അത് കൂടാതെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ, 1 മാർക്കിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻ, അത് തന്നെ ചിലപ്പോൾ 2 സെറ്റായിട്ട് തന്നെ ചോദിച്ചേക്കാം. അപ്പോൾ നമുക്ക് വളരെ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവിതയാണ് മാതൃഭൂമി എന്ന മൈഥിലി ശരൺ ഗുപ്തിൻ്റെ കവിത. അപ്പോൾ ഇവിടെ നമുക്ക് കവിതയിൽ എന്താണ് പറയുന്നത് നോക്കാം. കവിത: नीलांबर परिधान हरित तट पर सुंदर है, सूर्य चंद्र युग मुकुट മേഖല രത്നാകർ ഹെ. നീലാംബർ എന്ന് പറഞ്ഞാൽ നീലാകാശം. നീലാകാശം പരിധാന് ഹരിത് എന്ന് വെച്ചാൽ പരിധാൻ വസ്ത്രം. അപ്പോൾ നീലാകാശം നമ്മുടെ മാതൃഭൂമി ഏതാണ്? ഭാരതമാണ് അല്ലേ? അപ്പോൾ ഭാരതമാകുന്ന നമ്മുടെ ജന്മദേശത്തിന് നീലാകാശം വസ്ത്രത്തെ പോലെയാണ്. പരിധാൻ എന്ന വാക്കിൻ്റെ അർത്ഥം വസ്ത്രം. അപ്പോൾ ഈ കവിത നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ വേർഡ് ബൈ വേർഡ് മീനിങ് പഠിച്ചിട്ട് തന്നെ വേണം നോട്ട്സ് പഠിക്കാൻ. കാരണം ഈ വേർഡൊക്കെ ബൈ ഹാർട്ട് പഠിക്കല്ല, പക്ഷെ അത് മനസ്സിലാക്കി വെക്കണം. ഇപ്പം നീലാംബർ പരിധാൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം, നീലാംബർ ആകാശം, നീലാകാശം എന്നാണ്. ഹരിത് തടുപ്പർ എന്ന് പറഞ്ഞാൽ ഹരിതമാകുന്ന തീരത്ത് സുന്ദർ ഹെ, സുന്ദരമാണ്. പച്ച നിറത്തിലുള്ള നമ്മുടെ ഭൂമിക്ക് നീലാകാശം വളരെ സുന്ദരമാണ്. ഇനി സൂര്യചന്ദ്ര യുഗ് മുകുട് എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്രന്മാർ നമ്മുടെ ജന്മഭൂമിക്ക്, നമ്മുടെ മാതൃഭൂമിക്ക് ഒരു കിരീടം പോലെ അല്ലേ? അപ്പം കവി അങ്ങനെയാണ് അതിനെ വർണ്ണിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ദേശത്തിന് മുകളിൽ നിൽക്കുന്ന, നമ്മുടെ ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രനും സൂര്യനും ഒരു കിരീടം പോലെ ശോഭിതമാണ്. മേഖലാരത്നാകർ ഹേ. മേഖലാരത്നാകർ എന്ന് പറഞ്ഞാൽ അരഞ്ഞാണമാണ് സമുദ്രം. ആർക്ക്? മാതൃഭൂമിക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് സമുദ്ര അർത്ഥ ദേനെ വാലെ ശബ്ദ കവിതാ സെ ചുൻകർ ലിഖേ എന്നൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് രത്നാകർ എന്ന വാക്ക് എടുത്ത് എഴുതണം. അതാണ് നന്നായിട്ട് വായിച്ച് വേർഡ് മീനിങ് മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കും വരാം. നദിയാ പ്രേമ പ്രവാഹ്. ഇനിയോ നദികളാകട്ടെ പ്രേമ പ്രവാഹമാണ്. ഫൂൽ താരേ മണ്ഡൻ. ഇനി പൂക്കളും നക്ഷത്രങ്ങളും ആഭരണമാണ്. എന്താണ് അപ്പോൾ മണ്ഡൻ എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആഭരണം. പൂക്കളും നക്ഷത്രങ്ങളും ആഭരണമാണ്. ബന്ദി ജൻ ഗഗ് വൃന്ദ് ഹേ. അപ്പോൾ ഗഗ് വൃന്ദ് എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട്ടം. പക്ഷിക്കൂട്ടം എന്ന് പറയുന്നത് എന്താണ്? ബന്ദീജനാണ് എന്ന് വെച്ചാൽ വന്ദനം പാടുന്നു. ശേഷുഫാണ് സിംഹാസൻ ഹെ. അപ്പോൾ ശേഷുഫാണ് എന്ന് പറയുന്നത് ഒരു വലിയ സർപ്പമാണ്. അതിൻ്റെ ഫണ്, അതിൻ്റെ പത്തി സിംഹാസനമാണ് മാതൃഭൂമിക്ക്. കർത്തേ അഭിഷേക് പയോദ് ഹേ, ബലിഹാരി ഇസ് വേഷിക്ക്. ഹേ മാതൃഭൂമി, തൂ ഹി സത്യ ഹി സഗുണ സാകാർ സഗുണ മൂർത്തി സർവേഷിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭൂമി എന്താണ്? ഇനി മേഘം എന്ത് ചെയ്യുന്നു? മാതൃഭൂമിക്ക് അഭിഷേകം ചെയ്യുന്നു. എന്ന് വെച്ചാൽ മഴയെയാണ് അവിടെ അങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. മേഘത്തിൽ നിന്ന് മഴ പെയ്യുന്നത് എന്താണ്? മാതൃഭൂമിക്കുള്ള അഭിഷേകമാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വലിയൊരു കിരീടം ദൈവത്തെ പോലെ അല്ലേ? ദൈവത്തെയാണല്ലോ അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? അഭിഷേകം. അല്ലെങ്കിൽ വലിയ രാജാക്കന്മാർക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അഭിഷേകം, മേഘം എന്ത് ചെയ്യുന്നു? ഭൂമിക്ക് അഭിഷേകം, മാതൃഭൂമിക്ക് അഭിഷേകം ചെയ്യുന്നു. ഹേ മാതൃഭൂമി, തൂ സത്യ ഹി സഗുണ സാകാർ മൂർത്തി ഹേ. നീ ശരിക്കും ഈശ്വര തുല്യൻ തന്നെയാണ് എന്നാണ് കവി പറയുന്നത്. ജിസ്കെ രജ്മേ. ഇനി എന്താ പറയുന്നത്? അതിൻ്റെ മടിയിലാണ് ലോട്ട് കർ ബഡേ ഹുവേ ഹേ. ആ പൊടിയിൽ, മാതൃഭൂമിയുടെ ആ പൊടിയിലും ഭൂമിയിലും നമ്മൾ എന്താക്കി? നിരങ്ങി നമ്മൾ വലുതായത്. ഗുഡ്നോ കെ ബൽ സരക് കർ ഘടേ ഹുവേ ഹേ. ഈ മാതൃഭൂമിയിൽ തന്നെയാണ് നമ്മൾ മുട്ടിട്ടിഴഞ്ഞ് വളർന്ന് വലുതായത്. പരഹംസ് സമ ബാല്യകാലമേ സബ് സുഖപ്പായെ. അപ്പോൾ കവി പറയാണ്
നമ്മുടെ ബാല്യകാലത്തിൽ നമ്മൾ എന്തൊക്കെ സുഖങ്ങൾ അല്ലെ ഈ ഭൂമിയിൽ ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ല കാലം നമ്മുടെ ബാല്യകാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ബാല്യകാലത്തിൽ എല്ലാ സുഖവും സന്തോഷവും ഒക്കെ നേടിയത് ഈ മാതൃഭൂമിയിൽ, ഈ ജന്മദേശത്ത് നിന്നാണ്. ജിസ്കെ കാരൻ ധൂൽ ഭരെ ഹീരെ കഹ്ലായെ, അത് കാരണം തന്നെ ഞാൻ മാതൃഭൂമിയെ, ആരാണ് മൈഥിലി ശരൺ ഗുപ്തജി പറയാണ്, അത് കാരണം ഞാൻ അങ്ങനെ നിറങ്ങി അല്ലെ ഈ പൊടിയിൽ ഉരുണ്ടും ഒക്കെ കളിച്ച് വളർന്ന ഞാൻ പറയുന്നു, ഇത് എന്താണ്, ഒരു പൊടി പെരണ്ട ഒരു വജ്രമാണ്. ഹീര എന്ന വാക്കിന്റെ അർത്ഥം വജ്രം എന്നാണ്. ഹം ഖേലെ ഖൂദേ ഹർഷയുദ് ജിസ്കി പ്യാരി ഖോദ് മേ, എന്നിട്ട് ഈ മാതൃഭൂമിയുടെ മടിയിലാണ് കളിച്ചതും സന്തോഷിച്ചതുമൊക്കെ. ഹേ മാതൃഭൂമി തുജ്സേ നിരക്ക് മഗ്ന ക്യൂ നഹോ മോദ് മേ, അല്ലെ. അപ്പൊ നിന്നിൽ എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുക അല്ലെ. ഇനി പറയുന്നത് പാക്കർ തുജ്സെ സബീ സുഖോ കോ ഹംനെ ഭോക, നിന്നിൽ നിന്നാണ് എല്ലാ സുഖങ്ങളും, ജീവിച്ചത് നമ്മൾ മാതൃഭൂമിയിൽ തന്നെ, എല്ലാ സന്തോഷവും നമ്മൾ അറിഞ്ഞതും നമ്മുടെ ഈ ജന്മദേശത്ത് തന്നെ. തേരാ പ്രത്യുപകാർ, എന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് ഇനി തിരിച്ചൊരു പ്രത്യുപകാരം ചെയ്യുകയാണെങ്കിൽ കബി ക്യാ ഹംസെ ഹോഗ, എന്താണ് ഞങ്ങളെ കൊണ്ട് സാധിക്കുക. ചില ബന്ധങ്ങളുണ്ട് അല്ലെ, നമുക്ക് തിരിച്ച് എത്ര തന്നെ ചെയ്താലും നമുക്ക് ഇങ്ങോട്ട് ചെയ്തു തന്നതിന് പൂർണ്ണമാവില്ല, ഒരംശം പോലും ആവില്ല. അതിനൊരു ഉദാഹരണമാണ് നമുക്ക് ജന്മം തന്ന അമ്മ. അമ്മ നമ്മളെ ഇത്രയും കാലം വളർത്തി പരിപാലിച്ച് ഇത്രയും അല്ലെ, എത്ര തന്നെ നമ്മൾ വലുതായാലും നമുക്ക് അമ്മയെ ആവശ്യമില്ലാത്തൊരു സന്ദർഭം ഇല്ല. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ തന്നെ സമമാണ് മാതൃഭൂമിയും. മാതൃഭൂമിക്ക് തിരിച്ചൊരു പ്രത്യുപകാരം ചെയ്യാം എന്ന് കരുതിയാൽ എന്തൊക്കെ ചെയ്താലാണ് മതിയാകുക, എന്താണ് ഞങ്ങളെ കൊണ്ട് കഴിയുക എന്നാണ് കവി ചോദിക്കുന്നത്. തേരി ഹി യഹ് ദേഹ് തുജീ സേ ബനി ഹുയി ഹെ, നിന്റേത് തന്നെയാണ് ഞാൻ എന്ന ദേഹം ഇനി നിന്നിലേക്ക് തന്നെയാകുന്നു. ബസ് തേരെ ഹി സുരസാർ സേ സനി ഹുയി ഹെ, എന്നിട്ട് എന്താ പറയുന്നത്, നിന്നാൽ തന്നെ, സനി ഹുയി ഹെ എന്ന് പറഞ്ഞാൽ നീ തന്നെ നനയ്ക്കുന്നു, ഒരു മരം പോലെ നീ തന്നെ തന്ന വെള്ളവും വളവും എന്നൊക്കെ പറയില്ല, അതേപോലെ നീ തന്നെ നനച്ച. ഫിർ അന്ത്, എന്നിട്ടോ അവസാനം തൂഹി ഇസേ ഉഛൽ ദേക്ക് അപ്പിനായേകി, നിന്നിൽ തന്നെ ഞങ്ങൾ നിശ്ചലമാകും ഒരു ദിവസം. ഹേ മാതൃഭൂമി യഹ് അന്ത് മേ തുജ്മേ ഹി മിൽ ജായേഗി, എന്നിട്ട് അവസാനം നിന്നിൽ തന്നെ ഞാൻ അലിഞ്ഞു ചേരും അല്ലേ. ശരിയല്ലേ, നമ്മളൊക്കെ മടക്കം വീണ്ടും ഭൂമിയിലേക്കാണ് അല്ലേ. ഇനി നമ്മളുടെ മടക്കം, നമ്മൾ പറയില്ലേ എപ്പോഴാണ്, മരണത്തെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ ജീവിതം ഒക്കെ നമ്മൾ ഈ മാതൃഭൂമിയിലുള്ള സന്തോഷവും ഒക്കെ അനുഭവിച്ച് ജീവിച്ചു കഴിഞ്ഞ് പിന്നീട് നമ്മൾ അലിഞ്ഞു ചേരുന്നതും എവിടെയാണ്, ഭൂമിയിൽ തന്നെയാണ്, ഈ മാതൃഭൂമിയിൽ തന്നെയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 6 മാർക്കിനാണ് നമ്മളോട് കവിതയുടെ ആശയം ചോദിക്കുക. 6 മാർക്കിന് കവിതയുടെ ആശയം ചോദിക്കും. അപ്പോൾ ഇതിനെ നന്നായി തന്നെ നിങ്ങളെല്ലാം പഠിച്ച് തന്നെ എഴുതണം. കാരണം അത്രയും നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ ഈസി ആകും. പക്ഷെ പഠിച്ചാലേ നമുക്ക് എന്തെങ്കിലും പോയിന്റ്സ് എഴുതാൻ പറ്റുള്ളൂ. द्विवेदी युग के प्रसिद्ध कवि श्री मैथिली शरण गुप्त के प्रसिद्ध कविताओं में एक है मातृभूमि. അപ്പോൾ ദ്വിവേദി യുഗത്തിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള മൈഥിലി ശരൺ ഗുപ്തിന്റെ പ്രസിദ്ധ കവിതകളിൽ ഒന്നാണ് മാതൃഭൂമി. इसमें കവി अपने जन्मभूमि का गुणगान करके, ഈ കവിതയിൽ കവി തൻ്റെ ജന്മഭൂമിയുടെ ഗുണത്തെക്കുറിച്ചാണ്, ഗുണഗാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. उसके लिए अपनी जान भी देने का आह्वान करते हैं. അപ്പോൾ ഇതിൽ കവി പറയുന്നത് ജന്മഭൂമിക്ക് വേണ്ടി നമ്മൾ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിരിക്കണം അല്ലെ. നമ്മൾ ജീവൻ നൽകിയാലും അതിന് പ്രത്യുപകാരമല്ല എന്നാണ് കവി പറയുന്നത്. इस कविता में कवि कहते हैं मातृभूमि के हरियाली के लिए नीलाകാശ एक सुंदर वस्त्र की तरह शोभित है. നമ്മൾ കവിതയിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്, മാതൃഭൂമിക്ക് ഹരിയാലി के लिए, നമ്മുടെ മാതൃഭൂമിയുടെ പച്ചപ്പിനെ നീലാകാശം ഏക് സുന്ദർ വസ്ത്ര കീ തരഹ ശോഭിത് ഹെ, ഒരു സുന്ദര വസ്ത്രം പോലെ ശോഭിതമാണ്. സൂരജ് ഓർ ചാന്ദ് ഇസ്കി മുകുട് ഹെ, ചന്ദ്രനും സൂര്യനും ഒരു കിരീടം പോലെ തിളങ്ങുന്നു. സാഗർ ഇസ്കി കർദനി ഹെ, ഇനി സാഗർ ആരാണ്, സമുദ്രമാണ്. സമുദ്രം എന്താണ്, അരഞ്ഞാണമാണ്. കർദനി എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം.
യഹാ ബഹനെ വാലി നദിയാ പ്രേമ കാ പ്രവാഹ് ഹെ. ഇനി മാതൃഭൂമിയിലൂടെ ഒഴുകുന്ന നദികളില്ലേ, അതെന്താണ്? പ്രേമ പ്രവാഹമാണ്. മാതൃഭൂമിയിൽ സ്നേഹവും കൊണ്ടൊഴുകുന്നു എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ ഒരർത്ഥത്തിൽ ശരിയല്ലേ. നമ്മളൊരു മറ്റൊരു സ്റ്റേറ്റിലുള്ളവർ നമുക്കൊരു സഹോദര തുല്യം പോലെയല്ലേ അല്ലേ. നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ വെച്ച് മലയാളികളെ കാണുമ്പോൾ വലിയ സ്നേഹമാണ്. പക്ഷെ നമുക്ക് അതർ സ്റ്റേറ്റിൽ നിന്ന് ഒരാൾ നമ്മളെ നാട്ടിൽ വന്നാൽ നമ്മൾ അവരെ സൽക്കരിക്കും അല്ലേ. അത് റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ആയാലും നമ്മൾ ആ ഒരു സ്നേഹം തന്നെയല്ലേ കാണിക്കുന്നത്. താരെ ഓർ ഫൂൽ ഇസ്കെ ആഭൂഷൺ ഹേ. താരെ നക്ഷത്രങ്ങളും പൂക്കളും മാതൃഭൂമിക്ക് ആഭരണം പോലെ സുശോഭിതമാണ്. പക്ഷിയോം സ്തുതി പാടക് ഹേ. ഇനിയോ പക്ഷികളാകട്ടെ സ്തുതി പാടകരാണ്. എന്ന് വെച്ചാൽ പക്ഷികൾ രാവിലെയും വൈകിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന ശബ്ദം ഇല്ലേ, ആ ശബ്ദം എന്താണ്? സ്തുതി പാടുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? മാതൃഭൂമിക്ക് വേണ്ടി. ആദിശേഷ് കാ സഹസ്ര ഫണ സിംഹാസന ഹേ. ഇനി കവി പറയാണ് ആദിശേഷിന്റെ ഫണ് അല്ലെ, ഒരു സർപ്പത്തിന്റെ പത്തിയാണ്. ആ സർപ്പത്തിന്റെ പത്തി ഇതിന് നമ്മുടെ മാതൃഭൂമിക്ക് ഒരു സിംഹാസനത്തിന് തുല്യമാണ്. ബാദലോ പാനി ബർസാക്കർ ഇസ്കാ അഭിഷേക് കർത്തേ ഹേ. മേഘങ്ങളാണെങ്കിലോ വെള്ളം പൊഴിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു. കബി അപ്പിനി മാതൃഭൂമിക്ക് ഈ സുന്ദർ രൂപ പർ. കബി അപ്പിനി എപ്പോഴെങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ ഈ സുന്ദര രൂപത്തിൽ ക്യാ ആത്മസമർപ്പൺ കർത്തേ ഹേ അല്ലെ, എപ്പോഴെങ്കിലും ആത്മസമർപ്പണം ചെയ്യണം. വേ കേത്തെ ഹേ വാസ്തവ് മേ തോ മാതൃഭൂമി സഗുണ സാകാർ മൂർത്തി ഹേ. അപ്പൊ സഗുണ സാകാർ മൂർത്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കാണുന്നത് പോലെയാണ് എന്തിനെ? നമ്മുടെ മാതൃഭൂമിയെ കാണുന്നത്. കവി കഹത്തെ ഹേ കി ഇസ്കെ ധൂലി മേ ലോട്ട് ലോട്ട് കർ ബഡേ ഹുവേ ഹേ. ഇതിന്റെ പൊടിയിൽ ഉരുണ്ടുരുണ്ടാണ് വളർന്നു വലുതായത്. इसी भूमि पर घुटनों के बल पर सरक सरक कर ही पैरों पर कड़ा रहना सीखा है. ഇതേ മാതൃഭൂമിയിൽ തന്നെ പല തവണ അല്ലെ മുട്ടിട്ട് നിരങ്ങിയും എഴുന്നേൽക്കുമ്പോൾ വീണും ഒക്കെയാണ് നിൽക്കാൻ പഠിച്ചത്. യഹാ രഖ് കർ ഹി ബച്പൻ മേ ഉസ്നെ ശ്രീരാമകൃഷ്ണ പരഹംസ കി തരഹ സബീ ആനന്ദ് പായ. അപ്പൊ കവി പറയുന്നുണ്ട്, ഞാൻ ശ്രീരാമഹംസ പരമേശ്വരനെ പോലെ എല്ലാ സുഖങ്ങളും എന്താക്കിയിട്ടുണ്ട്? ഈ മാതൃഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ അനുഭവിച്ചു. ഇസ്കെ കാരൻ ഹി ഉസേ ധൂലി ബരെ ഹീരെ കഹ്ലായെ. അതുകൊണ്ട് തന്നെ മാതൃഭൂമിയെ പൊടി നിറഞ്ഞ വജ്രം എന്ന് വിളിക്കട്ടെ. ഈ ജന്മഭൂമിക്ക് ഗോതിമേ, ഗോതി എന്ന് പറഞ്ഞാൽ മടിയിലാണ് കേട്ടോ. ഈ ജന്മഭൂമിയുടെ മടിത്തട്ടിൽ ഖേൽ കൂത് കർക്കെ കളിച്ചും രസിച്ചും ഹർഷിക അനുഭവിക്കുക. ഹർഷിക അനുഭവം എന്ന് പറഞ്ഞാൽ സന്തോഷം അനുഭവിച്ചു. ഏസി മാതൃഭൂമിക്കോ, ഇങ്ങനെയുള്ള മാതൃഭൂമിയെ ദേഖ് കർ കണ്ടിട്ട് ഹം ആനന്ദ് സെ മഗ്ന ഹോ ജാത്തേ ഹേ. അങ്ങനെയുള്ള എല്ലാ നിലക്കും മാതൃഭൂമി ഒരു സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോഴുള്ള സന്തോഷം പോലെയാണ്. സ്വന്തം ജന്മഭൂമിയെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിൽ മുഴുകുന്നു. കവി കഹത്തെ ഹേ ജോ സുഖ് ശാന്തി ഹംനെ ഭോഗാ ഹേ വേ സബ് തുമാരി ഹി ദേന ഹേ. കവി പറയാണ്, ഞങ്ങൾ എന്ത് സന്തോഷമാണോ ഞാൻ അനുഭവിച്ചത് അതൊക്കെ നിന്റെ തന്നെ. ദേന ഹേ എന്ന് പറഞ്ഞാൽ നീ നൽകിയതാണ്, നിന്റെ അനുഗ്രഹമാണ്. തുജിസെ ഹി ഗയേ ഉപകാരോ കാ ബദലാ ദേന ആസാൻ നഹി ഹേ. എന്നിട്ട് കവി പറയുന്നു തുജിസെ കിയേ ഗയേ, നീ ചെയ്തു തന്നിട്ടുള്ള ഉപകാരോ കാ, ഉപകാരങ്ങൾക്ക് ബദലാദേന. ബദലാദേന എന്ന് പറഞ്ഞാൽ പകരം നൽകുക. ബദലാദേന പകരം, പകരം നൽകുക. ആസാൻ നഹി, ആസാൻ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. യഹ് ദേഹ് തേരാ ഹെ. എന്നിട്ട് പറയുന്നു ഈ ശരീരം, ദേഹ് ശരീരം എന്നാണ് അർത്ഥം, ശരീരം നിന്റേതാണ്. തേരേ ഹി ജീവ് കണ് സേ സനി ഹുയി ഹെ. നിന്റെ തന്നെ ജീവകണം കൊണ്ടുണ്ടായതാണ്. अंत में मृत्यु होने पर यह निर्जीव शरीर तू ही अपनाएगा. അവസാനം മരണപ്പെട്ട് അല്ലെ നിശ്ചലമായ ശരീരം നീ തന്നെയാണ് കൈക്കൊള്ളുന്നത്. മാതൃഭൂമി അന്ത് മേ ഹം സബ് തേരി ഹി മിട്ടി മേ വിലീൻ ഹോ ജായേക. എന്നിട്ട് കവി പറയാണ്, ഈ ജീവിതത്തിന്റെ അവസാനം എല്ലാവരും ഞങ്ങളൊക്കെ നിന്റെ തന്നെ മണ്ണിൽ എന്താകും? അലിഞ്ഞില്ലാതെയാകും. सरल शब्दों में कवि मातृभूमि के लिए अपनी जान अर्पित करने की प्रेरणा दे रहे हैं. അല്ലെ, ഈ കവിത വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കും ഇദ്ദേഹം പറയുന്നതൊക്കെ സമ്മതിച്ച് തന്നെ കൊടുക്കണം അല്ലെ. കവിയുടെ ഭാവന മാത്രമല്ല മറിച്ച് സത്യമാണ്, ഇതും ഒരു സത്യം തന്നെ. നമ്മൾ എല്ലാവരും തിരിച്ച് മാതൃഭൂമിയിലേക്ക് തന്നെ.
അപ്പൊ ഇവിടെ കവി നമുക്ക് വളരെ ആസാൻ തരീക്കേസ്, വളരെ എളുപ്പമായ സരൾ ശബ്ദവും എളുപ്പമുള്ള വാക്കുകളിലൂടെ നമുക്ക് മാതൃഭൂമിയിലേക്ക് നമ്മളെ ജീവൻ തന്നെ അർപ്പിക്കാനുള്ള ഒരു പ്രേരണ നൽകുകയാണ്. എന്ന് വെച്ചാൽ അത്രയും ആഴത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് നമ്മുടെ മേരേ ലാൽ എന്ന് പറയുന്ന പദമാണ്. മേരേ ലാൽ എന്ന് പറയുന്ന പദില് സൂർദാസ് പറയുന്നത്, സുതുമുഖ് ദേക്കി യശോദ ഫൂലി ഹർഷിത് ദേക്കി ദൂത് കി ദാന്തിയ प्रेम मग्न तनु की सुधि भूली बाहिर ते तब नंद बुलाए देखो दो सुंदर सुगदाई तनक तनक सी दूध की दांदियाम देखो नैन सुफल करो आई आनंद सहित महर तब आए मुग चिदवन दो नैन उदाई सूर श्याम किलकद द्विज देखो മനോ കമൽ പർ ബിജു ജമായി. ഈ പദില് സൂർദാസ് പറയുന്നത് സുതുമുഖ എന്ന് പറഞ്ഞാൽ പുത്രന്റെ മുഖം കണ്ടിട്ട് യശോദ വിളിക്കുകയാണ്. യശോദ പുത്രന്റെ മുഖം കണ്ട ആകെ സന്തോഷഭരിതയാകുകയാണ്. എന്താണ്? ആദ്യമായി മകന് പല്ല് വരാണ്, പാൽപ്പല്ലുകൾ വന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്ന യശോദ പുറത്തു നിൽക്കുന്ന നന്ദഗോപരെ വിളിച്ചിട്ട് ആ കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ കാഴ്ച എന്ന് പറയുന്നത് സാധാരണ ഒരു കാഴ്ച പോലെയല്ല, കണ്ണുകളും ശരീരവും ഒക്കെ ധന്യമാകുന്ന വിധത്തിലുള്ള കാഴ്ചയായിരുന്നു കൃഷ്ണന്റെ ആദ്യത്തെ ആ പാൽപ്പല്ലുകൾ കണ്ട സന്തോഷം. എന്നിട്ട് അതിനെ ഉപമിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? കമൽ പർ ബിജു ജമായി, നമ്മുടെ വിരിഞ്ഞു നിൽക്കുന്ന താമരയില്ലേ, ആ താമരയിലേക്ക് മിന്നൽ പിളരുകൾ വന്ന് വീഴുന്നത് പോലെ ഉണ്ടായിരുന്നു കൃഷ്ണന്റെ ആദ്യത്തെ ആ പാൽപ്പല്ലുകൾ കാണാൻ, അല്ലെ? അപ്പൊ ചെറിയ കുട്ടികളുടെ മോണ കാട്ടിയുള്ള ചിരി നല്ല ഭംഗിയല്ലേ? അപ്പൊ അതിലുള്ള ആ ചെറിയ വെള്ളപ്പല്ലിനെയാണ് സൂർദാസ് ഇവിടെ താമരയിലേക്ക് മിന്നൽ പിളരുകൾ വന്നതുപോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മറ്റൊരു പദ കൂടി ഉണ്ട്. ഇനി ഏത് പദം നമ്മളോട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫായിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ പദിന്റെ തുടക്കം നമ്മൾ എപ്പോഴും ആരെക്കുറിച്ചായിരിക്കണം? നമ്മൾ സൂർദാസിനെ കുറിച്ച് തന്നെ പറയണം. സൂർദാസ് ഹിന്ദി സാഹിത്യ के कृष्ण भक्ति शाखा के प्रमुख कवि है। वे अपने कृष्ण भक्ति के पद में वात्सल्य और गोपिकाओं के प्रेम का वर्णन किया है. അപ്പോൾ കൃഷ്ണഭക്തി ശാഖയിലെ പ്രധാനിയായ കവികളിൽ ഒരാൾ തന്നെയാണ് ആര്? സൂർദാസ്. അദ്ദേഹത്തിന്റെ കൃതികളിലെല്ലാം തന്നെ കൃഷ്ണന്റെ ഭക്തി വാത്സല്യത്തെക്കുറിച്ചും പിന്നെ അത് കൂടാതെ ഗോപികമാരുടെ പ്രണയത്തെക്കുറിച്ചുമൊക്കെയാണ് കൂടുതലും വർണ്ണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളിപ്പം വായിച്ചിട്ടുള്ള പദിന്റെ അല്ലെ, അതിൽ വാത്സല്യമാണ് നിറഞ്ഞിരിക്കുന്നത്. യശോദ തൻ്റെ മകന്റെ പല്ലുകൾ കണ്ട് സന്തോഷിക്കുന്ന സന്ദർഭം, അതിലെന്താണുള്ളത്? വാത്സല്യമാണ്. ആ വാത്സല്യത്തെക്കുറിച്ച് എഴുതി നമുക്ക് പദിന്റെ ഭാവാർത്ഥം ഒന്ന് എഴുതി നോക്കാം. अपने बेटे का मुख देखकर माता यशोदा बहुत खुश हुई, बहुत हर्ष के साथ अपने बेटे के दूध की दांत को, दूध की दांत, दूध എന്ന് പറഞ്ഞാൽ എന്താ? പാലാണ് അല്ലേ? അപ്പൊ പാൽ പല്ലുകൾ ദേക്കർ ലാഡ് പ്യാരുമേ മഗ്നെ, ലാഡ് പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഡ്ലി എന്നൊക്കെ പറഞ്ഞാൽ ഓമന അല്ലെ? ഓമനയിലും സ്നേഹത്തിലും ഒക്കെ മുഴുകി. മഗ്നെ യശോദ, മഗ്ന എന്ന് പറഞ്ഞാൽ മുഴുകി. യശോദാക്ക ഹോഷ് കോകയ, യശോദക്ക് ഒരു നിമിഷം ബോധം തന്നെ പോയി. ചിലപ്പോൾ നമുക്ക് അമിതമായ സന്തോഷത്തിൽ നമ്മൾ അതിര് വിട്ടു പോകാറില്ലേ അല്ലെ? അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. അതേപോലെ യശോദക്ക് എന്താണ് ആദ്യമായിട്ട് മകന്റെ ആ പല്ല് കണ്ട സന്തോഷത്തിൽ വഹ് ബാഹർ സെ അപ്നെ പതിദേവ് നന്ദ് കോ ബുലാക്കർ പുത്ര കാ സുന്ദർ രൂപ് ദേഖ്നെ കോ കഹത്തി ഹെ. എന്നിട്ടോ വേഗം എന്ത് വിളിച്ചു? ഇപ്പൊ നമുക്കാണെങ്കിലും വീട്ടിലൊരു സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായാൽ നമ്മൾ വേഗം വീട്ടിലുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും. അതുപോലെ യശോദ പുറത്തു നിൽക്കുന്ന നന്ദഗോപരെ വിളിച്ചു. എന്നിട്ട് പുത്ര കാ സുന്ദർ രൂപ് ദേഖ്നെ കോ കഹത്തി ഹെ, എന്നിട്ട് എന്താ പറയുന്നത്? ആ മകന്റെ സുന്ദരമായ ആ ചിരിയും ആ മുഖവും ഒക്കെ നോക്കുവാനാണ് പറയുന്നത്. പുത്ര കെ ചോട്ടെ ചോട്ടെ ദാന്ത് കോ, മകന്റെ ചോട്ടെ ചോട്ടെ ദാന്ത് കോ, ചെറിയ ചെറിയ പല്ലുകൾ ദേക്കർ ഉസ്കി ആഖേ സഫൽ ഹോത്തി ഹെ, അതൊക്കെ കണ്ടിട്ട് അവരുടെ കണ്ണുകൾ സഫലമാകുന്നു. ഉൻകെ മുഖ് ഓർ ദൃഷ്ടി ഖുഷി സേ ഭർ ഗയി, അവരുടെ മുഖവും അവരുടെ കണ്ണുകളും അവരുടെ നോട്ടവും ഒക്കെ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു. സൂർദാസ് കഹത്തെ ഹെ, സൂർദാസ് എന്താണ് പറഞ്ഞു വരുന്നത്? കിൽക്കാരി കർണേ വാലെ കൃഷ്ണ കി ദാന്ത് അല്ലെ? അപ്പോൾ ഈ തിളങ്ങുന്ന കൃഷ്ണന്റെ പല്ലുകൾ
എന്താണ്, കൃഷ്ണക്കെ ദാന്തോ കോ ദേഖ് കർ ഏസാ ലഗ്താ ഹെ, കൃഷ്ണന്റെ പല്ലുകൾ കണ്ടാൽ നമുക്ക് ഇങ്ങനെ തോന്നും. ഏസാ ലഗ്താ ഹെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തോന്നും. മാനോ കമൽ പർ ബിജ്ലി ജം ഗയി ഹോ, എങ്ങനെ താമരയിലേക്ക് മിന്നൽ പിളരുകൾ വന്ന് വീണതാണോ എന്നൊരു നിമിഷം തോന്നിപ്പോകും. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പദ്, ഇതേ പാഠഭാഗത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പദ്, ജബി ബൻ മുരളി ശ്രവണെ ചകിത് ബൈ ഗോബ് കന്യാ സബ് ധാം കാം ബിസിരി കുൽ മർജാദ് ബേദ് की आज्ञा ने खू नाही डरी श्याम सिंधु सरिदा लल नागन जल की डरनी डरी सुधपति नेह भवन जन संगा लज्जा नहीं करी सूरदास प्रभु मन हരി ലിനോ ലീനോ നാഗർ നവൽ ഹരി. എന്താണ് ഈ പതിൽ പറയുന്നതെന്ന് അറിയാമോ? സൂർദാസ് പറയാണ്, കൃഷ്ണന്റെ മുരളീ ഗാനം കേട്ടിട്ട്, മുരളി ശ്രവണ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ എന്താണ് ശ്രവണ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കേൾക്കുക അല്ലെ, മുരളീനാദം കേട്ടിട്ട്, ചകിത് ബൈ ഗോപ് കന്യ, സ്തംഭിതരായി നിന്നു ആര്, അവിടുത്തെ നമ്മുടെ എവിടെയുള്ള നമ്മുടെ ഗോപകന്യാകുമാരികളൊക്കെ അവിടെ ഒരു നിമിഷം നിന്നുപോയി. അവർ വെള്ളം എടുക്കാനായിട്ടോ പോയിട്ടുള്ള ഗോപികമാരാണ്. അവരപ്പോൾ എന്തു മറന്നു? കുൽമർജാദ്. കുൽമർജാദ് എന്ന് പറഞ്ഞാൽ കുലമര്യാദകളും വീട്ടിൽ നിന്നുള്ള ആജ്ഞാനേഹു അല്ലെ, വീട്ടിൽ നിന്നുള്ള ആജ്ഞയും അനുസരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും വീട്ടിലേക്ക് സമയത്തിന് തിരിച്ചെത്തണം എന്ന് പറഞ്ഞതൊക്കെ അവർ മറന്നുപോയി. എന്നിട്ട് അവർ കൃഷ്ണനെയും തിരഞ്ഞ് നടക്കുകയാണ്. സുധുപതി നേഹ് ഭവൻ ജന സംഘ ലജ്ജാ നഹി കരി, അവർ ഈ ലജ്ജകളൊന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാണ്, അവർ ഭർത്താവിനെ കുറിച്ചോ വീടിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ തന്നെ അവർ കൃഷ്ണനെ തിരഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ കൃഷ്ണന്റെ മുരളീഗാനം എങ്ങനെ നമ്മുടെ ഒരു നദികളെ എല്ലാം സമുദ്രത്തിലേക്ക് എത്തിക്കുന്നത് പോലെ കൃഷ്ണനാകുന്ന സമുദ്രത്തിലേക്ക് ഗോപികമാരായ നദികളെ എന്താക്കുന്നു, കൃഷ്ണൻ അതിലേക്ക് എത്തിക്കുന്നു. പിന്നെ അത് കൂടാതെ പറയുന്നത്, ഓരോ ദിവസവും ഓരോ പുതിയ കുസൃതികൾ കാണിച്ച് കൃഷ്ണൻ തൻ്റെ ഗോപികമാരെ എന്താക്കുന്നു, തന്നിലേക്ക് ആകർഷിക്കുകയാണ് എന്നുകൂടി ഇതിനോടൊപ്പം പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കവിതയുടെ ഈ ഒരു പദിൻ്റെ ഭാവാർത്ഥം നോക്കാം. जब मुरली का स्वर सुनाई पड़ा तब गोपिकाएं चकित हुई അല്ലെ. അപ്പോൾ ഗോപികമാർ ഒരു നിമിഷം എന്തായിപ്പോയി, ഒന്ന് സ്റ്റക്കായിപ്പോയി ഈ ഗോപീനാദം കേട്ടപ്പോൾ. ഓർ വേ സബ് കാം കാജ് ഭൂൽ ഗയി, അവരുടെ ജോലികളൊക്കെ മറന്നു. അവർ വന്നത് വെള്ളം എടുക്കാനാണെന്നോ അവർ മറ്റു ജോലിക്ക് വന്നതാണെന്നോ ഒന്നും ചിന്തിക്കാതെ, കുൽക്കി മര്യാദ തഥാ ധർമ്മ ഗ്രന്ഥോं का അനുശാസൻ, കുലമര്യാദകൾ അല്ലെ. ഇപ്പൊ നമ്മൾ പറയില്ലേ ഓരോ വീടിന്റെ ചിട്ടയുണ്ട്, നമ്മുടെ കുടുംബത്തിന്റെ ചിട്ട എന്നൊക്കെ പറയുന്ന അതൊക്കെ മറന്നു. ധർമ്മഗ്രന്ഥോക്കെ അനുശാസൻ, ധർമ്മഗ്രന്ഥ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, മതഗ്രന്ഥം. മതഗ്രന്ഥത്തിന്റെ അനുശാസൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കമൊക്കെ വേ ബിൽക്കുൽ നഹി ഡരി, അതിനെ ഒന്നും തന്നെ അവര് ഭയന്നില്ല. പുത്രപതി കാ സ്നേഹ് ഘർ ബാർ തഥാ ലോക് ലാജ് കി പർവ, ആളുകൾ എന്ത് പറയുമെന്നോ ഭർത്താവിൻ്റെയും മകൻ്റെയും സ്നേഹത്തെക്കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ഒന്നും ചിന്തിച്ചില്ല. കൃഷ്ണരൂപി സിന്ധു മേ സരിതാ കെ ജൽ കെ സമാൻ ജാമിലി അല്ലെ, കൃഷ്ണനാകുന്ന സമുദ്രത്തിലേക്ക് എങ്ങനെ സരിതാ കെ ജൽ കെ സമാൻ, നദീ ജലം പോലെ ഒഴുകിയെത്തുകയായിരുന്നു ഗോപിക. सूरदास कहते हैं कि चतुर कृष्ण नित्य नए तरीके से गोपिकाओं के मन को हार लेते हैं അല്ലെ. നല്ല എന്താ പറയുന്നത്, ചകിത് കൃഷ്ണ എന്ന് പറഞ്ഞാൽ സ്മാർട്ടായിട്ടുള്ള കൃഷ്ണൻ എന്ത് ചെയ്യുന്നു, ഗോപികമാരുടെ മനസ്സിനെ ഓരോ കാരണങ്ങൾ കൊണ്ടും തോൽപ്പിക്കുകയാണ്. ഹാർ ലേത്തെ ഹെ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തുന്നു, തോൽപ്പിക്കുന്നു. അനുപം പ്രേമിക്ക് വ്യാഖ്യ യഹാം ഹുവാ ഹെ, കൃഷ്ണ മേ വിലീൻ ഹോന ജീവൻ മേ മുക്തി കോ സൂചിത് കർത്തേ ഹെ. ഇവിടെ കൃഷ്ണനിൽ അലിഞ്ഞു ചേരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ചകിത് ഹുയി അല്ലെ, അലിഞ്ഞു ചേർന്നു എന്നൊക്കെ പറയുന്നത് കൃഷ്ണനിലേക്ക്
അത്രയും എന്ന് വെച്ചാൽ പ്രാർത്ഥനാ രൂപേണയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ കൃഷ്ണനിലേക്ക് അലിഞ്ഞു ചേരുന്നു, എല്ലാത്തിനെയും മറന്നിട്ടുള്ള കൃഷ്ണന്റെ ഭക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹമേ ഭക്തിപൂർണ്ണ രൂപമേ കർണാഹെ. അപ്പം എന്താണ്, നമ്മൾ എങ്ങനെയാണ് വേണം ഇതിനെ മനസ്സിലാക്കാൻ? ഭക്തിപൂർണമായിട്ടുള്ള അലിഞ്ഞു ചേരലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജഹാം അഹം കി ഭാവ് സമാപ്ത് ഹോ ജായേ. അപ്പോൾ അവിടെ ചിന്തിക്കുന്നത് എന്താണ്? അഹം കി ഭാവ്, ഇവിടെ സ്വന്തമായിട്ടുള്ളതിനൊക്കെ മറന്നു എന്ന് പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തമായിട്ടുള്ള എന്ന് വെച്ചാൽ ഈ സ്വന്തം കാര്യം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? സ്വാർത്ഥതയാണല്ലേ. അപ്പൊ ഈ സ്വാർത്ഥത, ഈ അഹങ്കാരം എന്നുള്ള എല്ലാത്തിനെയും മറന്നിട്ട് കൃഷ്ണനിൽ അലിഞ്ഞു ചേരുകയാണ്. അഹം കി ഭാവ് സമാപ്ത് ഹോ ജായേ. അങ്ങനെയുള്ള അഹങ്കാരവും സ്വാർത്ഥതയും ഒക്കെ എന്താകുന്നു? അവസാനിപ്പിച്ച് കൃഷ്ണനിലേക്ക് അലിഞ്ഞു ചേർന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സരൾ ശൈലി മേ ഈശ്വരീയ പ്രേമ കാ വർണ്ണൻ കിയാ ഹേ. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ള 2 ചാപ്റ്റർ. അപ്പോൾ ഈ 2 ചാപ്റ്ററിൽ നിന്നും തന്നെ 16-15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തീർച്ചയായും നമുക്ക് വരും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഈ 2 പാഠഭാഗം പഠിക്കുക. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്നല്ലാതെയുള്ള ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യവും അല്ലാത്ത ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ കാണാം. ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമുക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ കാണാം. ബൈ.